പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, ഇന്ന് നവംബർ 3 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈശോയെ, ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് കൊതിച്ചിരിക്കണേ ഈശോയെ. അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ ഭാരങ്ങളെ ഞാനിപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷനെ കൂടെ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ പ്രാർത്ഥന പത്തൂരം കൂടുന്നുണ്ടോ അവിടെയെല്ലാം ശിരസിൽ നീ ഇപ്പൊ കൈവെക്കണം. നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണം. ഈശോയെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട്. അവർ ഇന്ന് 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്കുള്ളിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാകുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശിരസിൽ ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത
ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ, സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല, മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, കൃപ നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ. ഉദാഹരണത്തിന് ഇപ്പം സുവിശേഷ ഭാഗ്യങ്ങളില്ലേ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നെസ് ഉണ്ട്, സ്പിരിച്വൽ റിച്ച്നെസ് ഉണ്ട്. ഈ ഫിസിക്കൽ റിച്ച്നെസ്, ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകത്തുള്ളൂ. അപ്പം ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യം. ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, വ്യായാമം ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല, അങ്ങനെ വരുന്ന തൊഴിലും വരുമാന മാർഗങ്ങളും എല്ലാം അങ്ങനെ വരും. ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു സ്വത്തെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി. ഇതുപോലെ ആത്മാവിൻ്റെ സ്വത്തുണ്ട്, അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാകും. ആത്മീയ ദാരിദ്ര്യം. ആത്മാവിൻ്റെ സ്വത്ത് എന്താ? ആത്മാവിൻ്റെ സ്വത്ത് ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വത്ത് കൃപയാണ്. സുവിശേഷ ഭാഷയിൽ പറഞ്ഞാൽ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യർ 5:6-19 അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. കൃപയെ ആർജിക്കുന്ന അനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും. അതാണ് ഈശോ പറഞ്ഞത്, നിത്യജീവൻ വരെ അങ്ങോട്ട് വരും. എന്നുവെച്ചാൽ ഏകസത്യമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം യേശുവിനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട്, ഹൈസ്കൂൾ നോളജ് ഉണ്ട്, ഒരു ഡിഗ്രി നോളജ് ഉണ്ട്, ഗ്രാജുവേഷനുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത്. ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരണത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും. അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവുക, എന്നെ പ്രതി. അതാണ് സംഭവം. ഇപ്പം മനസ്സിൽ ഇവിടെ ഇടിയാ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടൊന്നും അവസാനിക്കേണ്ടത്. എന്നെ പ്രതി നിങ്ങൾക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും സുവിശേഷ കൃപയും ആർജിക്കാം. അതെല്ലാം സുവിശേഷ ഭാഗ്യമാകണത് എങ്ങനെയാണ്? ആ മത്തായിയുടെ സുവിശേഷം 5:3 കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. എന്താണത്? വായിച്ചേ. മത്തായി 5:11. ഇനി നമ്മൾ എടുക്കണ എല്ലാ ദിവസവും ഈ 5:11 ആവർത്തിക്കും. എന്നെ പ്രതി, ഈശോയെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദോല്ലസിൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ? 5:3 എടുത്തേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ സ്വത്ത് എന്താണ്? ഈശോയാണ്. അതാണ് മിഷയുടെ ആത്മാവിന്റെ സ്വത്ത്. ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിൻ്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷി ജീവിതം, അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത്. ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ
ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവും അനുഭവവും സാക്ഷി ജീവിതവും അതനുസരിച്ചുകൊണ്ട് എന്നെ നീ ഉയർത്തണമേ, വളർത്തണമേ. നിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സാക്ഷി ജീവിതത്തിനായി എന്നെ സഹായിക്കുകയും അത് നൽകുന്ന നിത്യതയിലേക്ക് കണ്ണുനട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.